നമസ്കാരം. കേരള സർക്കാർ നിയമസഭയിൽ ഒരു പുതിയ ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഏക കിടപ്പാട സംരക്ഷണ നിയമം അവതരിപ്പിക്കുകയും നിയമസഭ പാസാക്കുകയും ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒന്ന് ഏക കിടപ്പാട സംരക്ഷണ ബിൽ. തുച്ഛമായ തുകയുടെ പേരിൽ ഇനി കേരളത്തിലെ ഒരാൾക്കും അവരുടെ കിടപ്പാടം നഷ്ടമാകില്ല. കാരണം ഏക കിടപ്പാട സംരക്ഷണ ബിൽ പാസാക്കിയതോടുകൂടി ആ കാര്യത്തിൽ ഒരു തീരുമാനം വരാൻ പോവുകയാണ്. എന്താണ് ഏക കിടപ്പാട സംരക്ഷണ ബിൽ, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, ആർക്കൊക്കെയാണ് അത് ഉപകാരപ്പെടുന്നത്, എന്തൊക്കെ തരത്തിലുള്ള ഉപകാരങ്ങളാണ് ഈ ഒരു ബിൽ പാസാക്കിയത് മൂലം അല്ലെങ്കിൽ ഈ ഒരു ബില്ല് നിയമമായി മാറുമ്പോഴേക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഭിലാൽ. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുടുംബം അവരുടെ എൻറ്റയർ ലൈഫ് അവരുടെ സ്വപ്ന ഭവനം കെട്ടിപ്പടുക്കാനായിട്ട് ഉപയോഗിക്കുന്നു. എങ്ങനെയൊക്കെ സേവ് ചെയ്ത് വെച്ച പണവും അത് കൂടാതെ ഭവന വായ്പയും എല്ലാം എടുത്ത് ഒരു വീട് വെക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ലോൺ എടുത്ത ആൾക്ക് ആ ലോൺ തിരിച്ചടക്കാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? ബാങ്കുകാർ വന്ന് ആ വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോകും, അല്ലെ? അതിന് എത്ര ചെറിയ തുകയാണെങ്കിൽ പോലും, വളരെ ചെറിയ എമൗണ്ട് ആണ് ഡ്യൂ എങ്കിൽ പോലും ബാങ്കുകാർ വീട് ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്, അല്ലെങ്കിൽ ഇതുവരെ നിലവിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഏക കിടപ്പാട സംരക്ഷണ ബിൽ പാസാക്കിയിരിക്കുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ പാസാക്കിയ ബില്ല് ഒരു നിയമമായി മാറുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ജപ്തികൾ ഉണ്ടാവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, നമ്മളൊരു വീടിന് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ EMI മിസ്സാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ എമർജൻസി നമുക്ക് ഉണ്ടാവുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ലോൺ തിരിച്ചടവ് എന്തെങ്കിലും സാഹചര്യത്തിൽ മുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആദ്യം ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് കോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമുക്ക് ഒരു തരത്തിലും അടക്കാൻ പറ്റുന്നില്ല. വളരെ ചെറിയ എമൗണ്ട് മാത്രമേ നമ്മൾ ലാപ്സ് ആയിട്ടുള്ളൂ. പക്ഷേ അത് അടക്കാനുള്ള സാഹചര്യം നമുക്കില്ല എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഭയം ഉണ്ടാകുന്നു. കാരണം നമ്മുടെ വീട്, നമ്മുടെ സ്വപ്ന ഭവനം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്ന് പറയുന്ന ഒരു ഭയം നമുക്കുണ്ടാകുന്നു. 2002 സർഫേസി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമപ്രകാരമാണ് ബാങ്കുകൾ ഇത്തരത്തിലുള്ള ജപ്തി നടത്തുന്നത്. 1 ലക്ഷമോ അതിന് മുകളിലോ ലോൺ എടുത്തു കഴിഞ്ഞ് അതിന് തിരിച്ചടവ് മുടങ്ങുകയാണെങ്കിൽ ജപ്തി എന്ന് പറയുന്നതാണ് ഈ ഒരു നിയമപ്രകാരം, ഈ ഒരു സർഫേസി ആക്ട് പ്രകാരം ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു കേന്ദ്ര സർക്കാർ നിയമമാണ്. ഒരുപാട് പാവങ്ങൾക്ക് അവരുടെ വീട് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. ഈ മാസം 9-ാം തീയതി കേരള സർക്കാർ ഈ ഒരു ബില്ല്, ഏക കിടപ്പാട സംരക്ഷണ നിയമ ബില്ല് നിയമസഭയിൽ പാസാക്കിയതോടുകൂടി ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു സർഫേസി ആക്ട് പ്രകാരം ജപ്തി ചെയ്യാനുള്ള ഓപ്ഷൻ ബാങ്കുകൾക്ക് ഉണ്ടാകില്ല. പാവങ്ങൾക്ക് അവരുടെ കിടപ്പാടം സംരക്ഷിക്കാൻ സഹായം ഒരുക്കുക, അവരുടെ കിടപ്പാടത്തിനുള്ള സംരക്ഷണം ഒരുക്കുക എന്നതാണ് കേരള സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മിനിസ്റ്റർ P. രാജീവ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ പറഞ്ഞത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു ഏക കിടപ്പാട സംരക്ഷണ ബില്ല് നിയമമാകുന്നതോടുകൂടി അതൊരു നിയമമായി കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് പ്രധാനമായിട്ടും ബെനിഫിറ്റ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ്. 5 ലക്ഷം വരെ ലോൺ എടുത്ത കുടുംബങ്ങൾക്കാണ് ഇത് പ്രധാനമായിട്ടും ഉപകാരപ്പെടുന്നത്. മാത്രമല്ല, ടോട്ടൽ റീപേയ്മെന്റ് എമൗണ്ട്, ആകെ തിരിച്ചടക്കേണ്ട തുക, അത് പലിശയടക്കം അല്ലെങ്കിൽ പിഴപ്പലിശയടക്കം ആകെ തിരിച്ചടക്കേണ്ട തുക 10 ലക്ഷമോ അതിൽ കൂടുതലോ ആവരുത്. ഇനി ഈ ഒരു നിയമപ്രകാരം എന്ത് പ്രൊട്ടക്ഷനാണ് ലഭിക്കുന്നത്? കുടുംബത്തിന് ലോൺ തിരിച്ചടക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഗവൺമെന്റ് അവരുടെ ബാധ്യത ഏറ്റെടുക്കുന്നു. അതിന്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാങ്ക് ഈ വീട് ജപ്തി ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ബാങ്കിന്റെ കയ്യിലേക്ക് ഉടമസ്ഥരിൽ നിന്നും വീട് പോകുന്നതിന് പകരം സർക്കാർ അവിടെ ഇടപെട്ട് ഉടമസ്ഥനും ബാങ്കിനും ഇടയിൽ ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഈ ഉടമസ്ഥനെ വീട് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ വീട് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യം സർക്കാർ ഒരുക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്രൈറ്റീരിയാസ്, അതായത് എന്തൊക്കെ ക്രൈറ്റീരിയയാണ് ഈ ഒരു സ്കീം പ്രകാരം ബെനിഫിറ്റ് ലഭിക്കാൻ ഒരു കുടുംബം പാലിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതായത് കുടുംബത്തിന് ഈ പ്രോപ്പർട്ടി അല്ലാതെ, ഈ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി അല്ലാതെ വേറെ പ്രോപ്പർട്ടി ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് എൻ്റെ വീട്, എനിക്ക് ഈ വീട് മാത്രമേ ഒരു സ്വത്തായിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. വേറെ പറമ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വീടുമായി ബന്ധപ്പെട്ട, ഈ വീടിന്റെ ലോണുമായി ബന്ധപ്പെട്ട സംരക്ഷണം സർക്കാരിൽ നിന്നും ലഭിക്കില്ല. അത് ഇൻഡിവിജ്വൽ ആണെങ്കിലും ജോയിന്റ്ലി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതായത് എനിക്കൊരു വീടുണ്ട്, എൻ്റെ കുടുംബത്തിലെ മറ്റൊരാൾക്ക് മറ്റൊരു വീടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അപ്ലിക്കബിൾ അല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഈ ഒരു പ്രോപ്പർട്ടി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൂടാതെ ഈ ഒരു വീട്, ഈ ഒരു പർട്ടിക്കുലർ വീട്, ജപ്തി ഭീഷണിയിൽ നിൽക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ വീട് ഇവരുടെ ഏക വീടായിരിക്കണം. ഇവർക്ക് ഈ ഒരു വീടല്ലാതെ മറ്റൊരു വീട് ഉണ്ടാവാൻ പാടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നെങ്കിൽ മാത്രമേ ഈ ഒരു സ്കീം പ്രകാരം നമുക്ക് ഗവൺമെന്റിന്റെ സപ്പോർട്ട് ലഭിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ ഒരു സ്കീമിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ജില്ലാ തലത്തിലും ഡ്വെല്ലിംഗ് പ്ലേസ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഗവൺമെന്റ് രൂപീകരിക്കും. തന്റെ വീടിന് സംരക്ഷണം വേണം എന്ന് തോന്നുന്ന ആളുകൾക്ക് ഈ ഒരു ജില്ലാതല കമ്മിറ്റിയിലേക്ക് എല്ലാ ഡോക്യുമെന്റ്സും കൂടെ സമീപിക്കാം. ഈ കമ്മിറ്റി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തതിന് ശേഷം അവർ കൃത്യമായിട്ടുള്ള ഒരു എൻക്വയറി നടത്തും, അവർ കൃത്യമായിട്ടുള്ള കേസ് സ്റ്റഡി നടത്തും. ഇവർ കടമെടുത്ത ആളിനും ബാങ്കിനും ഇടയിലുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഒരു സൗഹാർദ്ദപരമായിട്ട് എങ്ങനെ ഇത് ഒതുക്കി തീർക്കാം എന്ന രീതിയിൽ ഇവർ പ്രവർത്തിക്കുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ, കടം മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾ, അതായത് ചെറിയ തുക പോലും തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകൾ, ജപ്തി ഭീഷണിയിൽ നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് വലിയൊരു ആശ്വാസം
തന്നെയാണ് ഈ ഒരു പുതിയ നിയമം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് അവർക്ക് അവരുടെ ഏക വീട് സംരക്ഷിക്കാനുള്ള ഒരു സെക്കൻഡ് ചാൻസ് ആണ്. നമുക്കറിയാം, ഒരു വീട് എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആസ്പെക്ട് ഉള്ള ഒന്നാണ്, അല്ലെ? നമ്മളൊരു വീട് സ്വന്തമായിട്ട് നമ്മൾ ജനിച്ചു വളർന്ന വീട്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ കെട്ടിപ്പടുത്ത ഒരു വീട് നമുക്ക് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒന്നായിരിക്കും. ആ വീട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് നമ്മൾ കെട്ടിയുണ്ടാക്കിയ വീട് നഷ്ടപ്പെടുത്തുക എന്നത്. ഒരിക്കലും ഒരാളും അതിനായിട്ട് നിൽക്കില്ല. അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അവസ്ഥ, അതായത് ബാങ്ക് വന്ന് നമ്മുടെ വീട് എടുത്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നു, നമ്മൾ കെട്ടിയ വീട് നമ്മുടേതല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനാണ് സർക്കാർ ഈ ഒരു പദ്ധതിയുമായിട്ട് ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മളിൽ പലർക്കും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാവാം, സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളാവാം, ബന്ധുക്കളുടെ സുഹൃത്തുക്കളാവാം, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. പലപ്പോഴും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് ബാങ്ക് കൊണ്ടുപോകാതിരിക്കുക എന്ന് പറയുന്നത് വളരെ എഫേർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് എഫേർട്ട് അവർ എടുത്താൽ മാത്രമേ അവർക്ക് അവരുടെ കടം തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. സാമ്പത്തിക സ്ഥിതി മൊത്തത്തിൽ അസന്തുലിതാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഇന്ന് പലപ്പോഴും നിലവിലുണ്ടാവാറുണ്ട്. സോ അത്തരത്തിലുള്ള സാഹചര്യം ഇനി മുതൽ ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ ഒരു ബിൽ പാസ്സായി അതൊരു നിയമമായി മാറുന്നതോടുകൂടി വരാൻ പോകുന്നത്. സോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കോ ഈ വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് സർക്കാരിൽ നിന്നുമുള്ള വിവരങ്ങൾ കിട്ടുന്ന സമയത്ത് നമ്മൾ പുതിയ ഇൻഫർമേഷനുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. കാരണം ഇതൊരു നിയമമായി മാറി അത് പ്രാബല്യത്തിൽ വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ബില്ല് പാസ്സായിട്ടേ ഉള്ളൂ. ഇതൊരു നിയമമായി മാറാനുള്ള ഒരു ടൈം പീരീഡ് കൂടി ബാക്കിയുണ്ട്. ആ സമയത്ത് പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ള വിവരങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ടും രേഖപ്പെടുത്താവുന്നതാണ്. ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Bosswala. Be the boss.